കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ കണക്കനുസരിച്ച് 2022 7,70,000 ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് പഠനത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോയത്. ഇന്ത്യയിൽ ലഭിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ നിലവാരവും തൊഴിലവസരങ്ങളും എന്ന പ്രതീക്ഷയാണ് വിദേശ രാജ്യങ്ങളിലേക്കുള്ള വിദ്യാർത്ഥി കുടിയേറ്റത്തിന്റെ പ്രധാന കാരണം. അമേരിക്കയിലെയും യൂറോപ്പിലെയും സർവകലാശാലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ സർവകലാശാലകൾ റാങ്കിങ്ങിൽ പുറകിലാണെന്നതും വിദ്യാർത്ഥി കുടിയേറ്റത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നു. ഒപ്പം കാലത്തിനൊത്തുമാറാത്ത പഠനരീതികളും സാമൂഹികാന്തരീക്ഷവും യുവജനങ്ങളെ പുറത്തേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിനായി കൂടുതൽ മെച്ചപ്പെട്ട അവസരം തേടി ഇംഗ്ലണ്ട്, ജർമ്മനി, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ചേക്കേറിയ മലയാളി വിദ്യാർത്ഥികൾ അവരുടെ പഠനരീതികളെപ്പറ്റിയും തൊഴിലവസരങ്ങളെപ്പറ്റിയും TMJ 360 ഹയർ എഡ്യൂക്കേഷനിൽ സംസാരിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ഹരികൃഷ്ണൻ. ഞാൻ ജർമ്മനിയിൽ 2017 ആദ്യമായിട്ട് വരുന്നത്. ഇവിടെ പാഡർബോൺ സിറ്റിയിലാണ് ഞാൻ ആദ്യമായി വന്നത്. പാഡർബോണിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, യൂണിവേഴ്സിറ്റി പാഡർബോൺ. അവിടെ മാസ്റ്റേഴ്സ് മെറ്റീരിയൽ സയൻസ് ആണ് ഞാൻ ചെയ്തത്. 2017 വന്നിട്ട് 2021 ഞാൻ മാസ്റ്റേഴ്സ് ഫിനിഷ് ചെയ്ത് എൻ്റെ PhD സ്റ്റാർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. അവിടെ നാനോ ടെക്നോളജിയിലാണ് ഞാൻ PhD ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 2015 ഫിനിഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2 years ഞാൻ എറണാകുളം ഇൻഫോ പാർക്കിൽ ഒരു ടെക്നിക്കൽ കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. സോ അവിടെ വർക്ക് ചെയ്തിരുന്നപ്പോൾ ഞാൻ പ്യുവർ മെക്കാനിക്കൽ കോറിലല്ല വർക്ക് ചെയ്തിരുന്നത്. സോ ഞാൻ ഐ ഫെൽറ്റ് ലൈക്ക് ഐ ഷുഡ് എൻഹാൻസ് മൈ സ്കിൽസ്. സോ അങ്ങനെ അതിനുള്ളൊരു ഓപ്ഷൻ ആയിരുന്നു ഫോർ ദ ഹയർ എഡ്യൂക്കേഷൻ. സോ ഹയർ എഡ്യൂക്കേഷനിൽ ഞാൻ കുറെ കൺട്രീസ് ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയിരുന്നു. സോ അതിൽ ജർമ്മനി ആയിരുന്നു എൻ്റെ ലിസ്റ്റിൽ ഫസ്റ്റ് വന്നത്. മെയിൻ ആയിട്ട് 2 reasons ആണ് ജർമ്മനി ചൂസ് ചെയ്യാൻ കാരണം. ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിൽ കൂടുതലും പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആണ് ഉള്ളത്. പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂഷൻ ഫീ ഇല്ല. സോ നമുക്കൊരു ഫിനാൻഷ്യൽ ബേർഡൻ വരുന്നില്ല. അതായിരുന്നു മെയിൻ റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കലിന്റെ ഹബ്ബാണ് ജർമ്മനി, ആൻഡ് ഓൾസോ ജർമ്മനി ഈസ് ഫേമസ് ഫോർ ദ ടെക്നോളജി. സോ ഇതാണ് ഞാൻ ജർമ്മനി ചൂസ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. Hello, I am Rinta Matthew. I am a PhD student in the University of Manchester in UK. ഞാൻ 2021 ഇവിടെ എത്തുന്നത്. I'm in my second year of PhD. I'm doing my PhD in gastroenterology. So why I chose to do a PhD abroad is obviously because of the better resources and better facilities. Because ഞാൻ MPhil നാട്ടിലായിരുന്നു ചെയ്തത്, MPhil and MSc. സോ ഇത് രണ്ടും ചെയ്യുന്ന സമയത്തും I've had situations where I want to do a particular experiment. അപ്പോൾ അതിനുള്ള ഇൻസ്ട്രുമെൻറ്റ് ചിലപ്പം ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടാവില്ല. സോ we'll have to like go to another institute, submit a request form, and then get permission to use a particular instrument. So it takes a lot of your time and effort to get something going. So here it's everything is available to you. നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. So you can invest that time into actually doing the research or maybe generating more data. So that's a huge plus. Pinne open then obviously there is a better exposure because you're meeting with people from different countries, different parts of the world, different culture, and we have Nobel laureates walking down the street, and they may say hi to you because you're a student of the university. As somebody from a village in India, in Kerala, എന്നൊക്കെയാട് എന്ന് പറഞ്ഞൊരു കുഞ്ഞു ഗ്രാമത്തിൽ നിന്നുള്ള എനിക്ക് അതൊരു ഭയങ്കര വലിയൊരു ഇതാണ്. ലൈക്ക് ടു സീ സംബഡി ആസ് renowned as a Nobel laureate, just across your road. എൻ്റെ പേര് റിയ ജേക്കബ്. ഞാൻ ഇപ്പോൾ കാനഡയിലാണുള്ളത്. ഇവിടെ വന്നിട്ട് ഒരു 5.5 വർഷത്തോളമായി. 2018 ഇവിടെ വന്നത്. ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ടാണ് ഇവിടേക്ക് ആദ്യമായിട്ട് വന്നത്. ഞാൻ വന്നപ്പോൾ കേംബ്രിയൻ കോളേജിലാണ് 2 years പഠിച്ചത്. ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമാണ് എടുത്തത്. ഇപ്പം ഞാൻ കേംബ്രിയനിൽ തന്നെ കരിയർ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്നു. എന്തുകൊണ്ട് ഞാൻ വിദേശത്ത് പഠിക്കാൻ തീരുമാനിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാച്ചിലേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പുറത്തെവിടെയെങ്കിലും പോയി PG ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിൻലി പുറത്തേക്ക് എന്നുള്ള ഒരു തോട്ടിലോട്ട് തന്നെ വന്നത്. പക്ഷേ മോറോവർ നമ്മുടെ നാട്ടിൽ ഓപ്പർച്യൂണിറ്റീസ്
തീരെ കുറവാണ്. ഞാൻ ബാച്ചിലേഴ്സ് ചെയ്തത് സൈക്കോളജിയിലാണ്. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ചുറ്റും സൈക്കോളജിക്ക് അത്ര വലിയൊരു സ്കോപ്പുള്ളതായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. എല്ലാവരും പറയും അത് നല്ലൊരു പ്രോഗ്രാമാണ്, നല്ലൊരു കോഴ്സാണെന്നൊക്കെ. പക്ഷെ നമുക്കത് പ്രാക്ടീസ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് നമുക്കത് യൂട്ടിലൈസ് ചെയ്യാനോ നമ്മുടെ നാട്ടിൽ അത് പറ്റാറില്ല. കാരണം മെജോറിറ്റി ആൾക്കാർ സൈക്കോളജി അല്ലെങ്കിൽ സൈക്കാട്രി എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ അവന് വട്ടാണ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ നാട്ടിലെ ചിന്താഗതി. അത് ഇതുവരെ മാറി വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ അത് കുറച്ചും കൂടെയൊക്കെ മാറുന്നുണ്ട്. എന്നാൽ കൂടെ നമ്മുടെ നാട്ടിലേക്കാളും കൂടുതൽ ഓപ്പർച്യൂണിറ്റി എനിക്ക് തോന്നിയത് കാനഡയിലാണ്. അപ്പം എനിക്കത് പ്രാക്ടീസ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഫ്യൂച്ചർ സ്റ്റഡീസ് ചെയ്യാനാണെങ്കിലും എനിക്കിവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളതുപോലെയും നമ്മുടെ നാട്ടിനേക്കാളും കൂടുതലും ഒരു സാലറി ബേസിസിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഗ്രോത്തിലാണെങ്കിലും ഒക്കെ ഇവിടേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നാട്ടിൽ നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനിപ്പോൾ ഒരു PhD ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കാം. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കതൊരു പ്രൊഫഷണലി അല്ലെങ്കിൽ എൻ്റെ കരിയർ തന്നെ മറിക്കാൻ പറ്റിയ ഒരു ഏരിയ ആയിരുന്നു കാനഡയിലോട്ട് ഞാൻ മൈഗ്രേറ്റ് ചെയ്തത് കൊണ്ട് എനിക്ക് പറ്റിയത്. അപ്പം ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. നമ്മൾ ഇന്ത്യയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ ചെറുപ്പം തൊട്ടേ പഠിച്ചു വരുമ്പോൾ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒന്നിലും ഡീപ്പായിട്ടുള്ള നോളജ് ഇല്ല. ഇപ്പോൾ അത് സ്കൂൾസിലായാലും കോളേജിലായാലും തന്നെ ഒന്നും ഡീപ്പായിട്ടുള്ള നോളജ് ഇല്ല. ജർമ്മനിയിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അവരെന്തെങ്കിലും പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അവർ പഠിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡീപ്പായിരിക്കും. അതായത് ഒരു കാര്യം പഠിക്കുന്നുണ്ടെങ്കിൽ അത് എന്തിന്, എങ്ങനെ യൂസ് ചെയ്യാം, അത് എങ്ങനെ ഏത് ആപ്ലിക്കേഷനിലാണ് യൂസ് ചെയ്യുന്നത്. സോ എല്ലാ ഇതും അവർക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ അവരുടെ ഫർദർ വർക്കിലോ അവർക്കത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ കാര്യം അതല്ല. വേറൊരു കാര്യം എനിക്ക് തോന്നിയത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡീസ് ആണ് ഇവിടെ. ഇപ്പൊ നമ്മൾ നാട്ടിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഡെയിലി രാവിലെ ക്ലാസ് 9 തൊട്ട് 5 വരെയോ ഫുൾ ഡേ 5 ദിവസം ആഴ്ചയിൽ ക്ലാസ് ഉണ്ട്. ജർമ്മനിയിൽ നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് ഏതൊക്കെ സബ്ജക്ട് എടുക്കണം, എങ്ങനെ കോഴ്സ് തീർക്കണം എന്നുള്ളത്. സോ അറ്റ്ലീസ്റ്റ് ആസ് എൻ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് നമ്മൾ പുറത്തുനിന്ന് വരുമ്പോൾ നമ്മൾ കുറച്ച് സ്ലോ പേസിലാണ് പോകണമെങ്കിൽ നമുക്ക് തന്നെ നമ്മളെ സെൽഫ് സപ്പോർട്ട് ചെയ്യാം. പുറത്ത് നമുക്ക് ജോലി ചെയ്തിട്ടായാലും അത് പല എന്ത് തരത്തിലുള്ള ജോലിയായാലും നമുക്ക് ആ ജോലി ചെയ്യാനുള്ള ഒരു സമയവും കിട്ടും, നമ്മുടേതായ സമയവും കിട്ടും. സോ ഫ്ലെക്സിബിലിറ്റി ഈസ് ഓൾസോ വൺ മെയിൻ തിങ് ഇൻ ജർമ്മൻ എഡ്യൂക്കേഷൻ. വൺ ലാസ്റ്റ് തിങ്, ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ജർമ്മൻ എഡ്യൂക്കേഷൻ നിന്ന് ഡിഫറെന്റ് ആവാനായിട്ട് ഇവിടെ ജർമ്മനിയിൽ ലോവർ ക്ലാസ്സസിൽ തന്നെ അവർ സ്റ്റുഡൻസിനെ ഡിവൈഡ് ചെയ്ത് ഡിഫറെന്റ് ക്ലാസ്സസിലേക്ക് ഡയറക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇഫ് ഒരു സ്റ്റുഡന്റ് അവർക്ക് സ്കിൽസ് കുറച്ച് കുറവാണെന്ന് ടീച്ചേഴ്സിന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് കൂടുതലും ആ സ്റ്റുഡന്റിനെ ഒരു ജോബ് ഓറിയന്റഡ് സ്കൂളിലേക്ക് അവർ ഡയറക്റ്റ് ചെയ്യും. ഓപ്പോസിറ്റ് സൈഡിൽ നല്ല സ്കിൽ ഓർ ഷാർപ്പായിട്ടുള്ള സ്റ്റുഡന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൂടുതലും ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഈ മോർ ഹൈലി എഡ്യൂക്കേറ്റഡ് സ്റ്റഡിയിലേക്ക് ഡൈവേർട്ട് ചെയ്യും. സോ ഒരു സ്റ്റുഡന്റ് യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കുട്ടി വെരി ഷാർപ്പ് ആൻഡ് വെൽ എഡ്യൂക്കേറ്റഡ് ഫോർ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആയിരിക്കുള്ളൂ. പക്ഷെ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളെല്ലാവരും 1 to 12 സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ട് ആണ് തീരുമാനിക്കുന്നത് എന്ത് വേണമെന്ന് ചെയ്യുന്നത്. സോ ഒരു യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ഒരു സ്റ്റുഡന്റ് വിൽ ബി ഫിറ്റ് ഫോർ ദെയർ സ്റ്റഡീസ് അറ്റ് ദ യൂണിവേഴ്സിറ്റി അൺലൈക്ക് ഇൻ ഇന്ത്യ. ഇന്ത്യൻ വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തം ആണെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും ദ മെയിൻ ഡിഫറൻസസ് ദാറ്റ് ഐ ഹാവ് സീൻ ഇസ് കുറേയും കൂടി നമ്മുടെ കയ്യിലാണെല്ലാം. ലൈക്ക് വി ആർ ദി റെസ്പോൺസിബിൾ വൺസ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മുടെ റീസെർച്ചിൻ്റെ എന്ത് കാര്യങ്ങളാണെങ്കിലും വി ആർ ദ വൺസ് ഹു ആർ ഡൂയിങ് ഇറ്റ്. നമ്മുടെ ഡിസിഷൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. So it's basically like we are driving our research. നമ്മുടെ സൂപ്പർവൈസേഴ്സ് ആർ ബെയർലി ദെയർ ഫോർ ഗൈഡൻസ്. അതിൽ കൂടുതൽ ഒന്നും അവരിൽ നിന്ന് അങ്ങനെ കിട്ടില്ല. So I mean, that can be a good thing and a bad thing. Now I'm saying it. But it's definitely a good thing for a PhD student like me. കാരണം നാട്ടിൽ that's what we have to convince a lot of people, or sometimes you end up doing something your supervisor wants you to do. Here ഇവിടെ അങ്ങനെയല്ല. Here it is you're doing it and sometimes he'll give you an opinion. Sometimes പുള്ളി പറയും that this might not be the way that he'll go, പക്ഷേ ഇറ്റ്സ് സ്റ്റിൽ ഫൈൻ ഇഫ് വി വോണ്ട് ടു ഗോ ദാറ്റ് പാത്ത്. അത് നമുക്ക് ഫോളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗോ അഹെഡ് ആൻഡ് ഡു ഇറ്റ്. ദർ ഇസ് നോ പ്രോബ്ലംസ് ഇൻ ട്രൈയിങ് വാട്ട് യു തിങ്ക് ഇസ് ബെസ്റ്റ് ഫോർ യുവർ പ്രോജക്റ്റ്. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ മേജർ ഡിഫറൻസസ്. പിന്നെ അതാ എല്ലാത്തിലും വി ആർ ദ റെസ്പോൺസിബിൾ വൺസ്. ദർ ഇസ് ആബ്സല്യൂട്ട്ലി നോബഡി ടു സേ
ഒരു ഇങ്ങനെ പോകണം എന്ന് പറയാൻ പോലും ആരുമില്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓൺ യു. നാട്ടിലെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റവും ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റവുമായിട്ട് ടു ബി വെരി ഓണസ്റ്റ് നല്ല വ്യത്യാസമുണ്ട്. ഞാൻ വലിയൊരു അടിപൊളി സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല. ഐ വാസ് ലൈക്ക് ആൻ ആവറേജ് സ്റ്റുഡൻറ്റ്. അപ്പം എന്നെപ്പോലെ ഒരാൾക്ക് ഇപ്പം നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സൈക്കോളജി അല്ലെങ്കിൽ നിങ്ങൾ സയൻസ് പഠിക്കുന്നു, കൊമേഴ്സ് പഠിക്കുന്നു, ഏത് പഠിച്ചു കഴിഞ്ഞാലും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിലുള്ളത് അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയുന്നത് കാണാതെ പഠിച്ചത് പരീക്ഷ പേപ്പറിൽ എഴുതി വെച്ച് മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഐ വാസ് ലൈക്ക് അമേസ്ഡ്. കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് കാണാതെ പഠിക്കുക, അത് പരീക്ഷ പേപ്പറിൽ എഴുതുക എന്നുള്ള ഒരു സിസ്റ്റം പോലും ഇല്ല. ഇവിടെ നമ്മൾ വരുന്നു, നമ്മളെല്ലാവരും ഒരു ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നു. പക്ഷേ ഇവിടുത്തെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാം എക്സ്പീരിയൻസ് ആണ്. ഇവിടെ നമുക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ് ഇവരുടെ കോഴ്സിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജ്മെൻറ്റ് എടുത്ത് എന്ന് പറഞ്ഞാലും ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റ് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ പഠിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പം തന്നെ എനിക്കൊരു മാനേജർ ലെവൽ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് എന്നെ ഈ കോഴ്സ് റെഡിയാക്കിയത്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണോ? ഒരിക്കലല്ല. നമ്മൾ കുറേ എന്തൊക്കെയോ തിയറീസും ആരൊക്കെയോ എഴുതി വെച്ച കാര്യങ്ങളും പഠിച്ചു. നമ്മളത് യൂട്ടിലൈസ് പോലും ചെയ്യുന്നില്ല. ഇപ്പം സൈക്കോളജി ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഞാനവിടെ 3 years പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. പക്ഷേ അതൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ഞാനത് ആപ്ലിക്കബിൾ ആക്കുന്ന പോലുമില്ല, അല്ലെങ്കിൽ ഞാനത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല, ഞാനത് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഒരാളോട് നിങ്ങൾക്ക് ഇന്ന ഡിസോർഡർ ഉണ്ടെന്ന് പറയാൻ പോലും എനിക്കറിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. ഇന്ന ഡിസോർഡറിന് ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ കോസ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് എത്രമാത്രം നമുക്ക് ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് പ്രാക്ടിക്കൽ രീതിയിൽ ചെയ്യാൻ പറ്റുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുന്നില്ല. കാരണം എന്താ, നമ്മളവിടെ ബുക്കിൽ എഴുതി വെച്ച കാര്യങ്ങൾ ആർക്കോ വേണ്ടി കാണാതെ പഠിച്ച് പരീക്ഷ പേപ്പറിൽ എഴുതി മാർക്ക് വാങ്ങിക്കുന്നവരാണ് നമ്മളിൽ എല്ലാവരും. അതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ട് നമ്മളും അത് ഫോളോ ചെയ്യുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചെറിയ ക്ലാസ്സുകൾ തൊട്ട് എല്ലാവരെയും പഠിപ്പിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. സിമ്പിളായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് അയ്യോ ഇവന് മാത്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളല്ല. നമ്മുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടി ഉള്ള കാര്യങ്ങളാണ്. അതായത് ഇവിടുത്തെ പിള്ളേർക്ക് പ്ലംബിങ് ചെയ്യാൻ അറിയാം. ഇവിടുത്തെ പിള്ളേരോട് അയ്യോ ഇന്ന മെഷീൻ കേടായി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് റിപ്പയർ ചെയ്യാൻ അറിയാം. ഒരു വീട്ടിൽ വേണ്ട കാര്യങ്ങളെല്ലാം ഇവർക്കറിയാം. ഫിനാൻഷ്യലി ഇവർ ഇൻഡിപെൻഡൻ്റ് ആവുകയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ പോലെ ഡിപ്പെൻഡൻ്റ് അല്ല ഇവിടുത്തെ പിള്ളേർ. അപ്പോൾ അത് ഫ്യൂച്ചറിലോട്ട് വരുമ്പോഴത്തേക്കും അവർക്ക് നല്ലതുപോലെ ജീവിക്കാനുള്ള ഒരു വഴിയാണ് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം കാണിച്ചു കൊടുക്കുന്നത്. ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ഫീസ് ഇല്ല. അപ്പോൾ എനിക്ക് ഇവിടെ ഫീസ് അടയ്ക്കേണ്ടി വന്നില്ല. ഫീസ് ഉണ്ട്, ചെറിയൊരു മാനേജ്മെന്റ് ഫീസ് ഉണ്ട് സെമിസ്റ്ററിൽ. അത് വളരെ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമായിട്ട് ആർക്കും തോന്നാറില്ല. സ്കോളർഷിപ്പുകളുണ്ട്. സ്പെഷ്യൽ സ്കോളർഷിപ്പ് നമുക്ക് തന്നെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, പക്ഷെ എന്നാലും കിട്ടുന്നവരുണ്ട്. അത് അവരുടെ ഫിനാൻഷ്യൽ സാഹചര്യവും അവരുടെ പഠന മികവും വെച്ചിട്ടാണ് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നത്. സോ ഒരു സ്റ്റുഡന്റ് ജർമ്മനിയിലേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ അവർക്ക് ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഉണ്ടാവണം. ആ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ ആ സ്റ്റുഡന്റിന് 1 കൊല്ലത്തേക്ക് ജീവിക്കാനുള്ള പൈസയാണ് നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത്. സോ വന്നു കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ 1 കൊല്ലം ആ സ്റ്റുഡന്റിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് പാർട്ട് ടൈം ജോലി ചെയ്തോ ഏത് സ്കോളർഷിപ്പ് വഴിയോ ഫിനാൻസ് നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ ഫീസ് ഇല്ലാത്തത് കൊണ്ട് ഒരു ഫിനാൻഷ്യൽ ബേർഡൻ വരുന്നില്ല. പാർട്ട് ടൈം ജോലികളിൽ തന്നെ നമുക്ക് സ്റ്റുഡന്റ് ആയിട്ട് വല്ല യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ പുറത്ത് ആയാലും നമുക്ക് പാർട്ട് ടൈം ജോലി ചെയ്ത് നമ്മുടെ ഫിനാൻസ് നമുക്ക് മീറ്റ് ചെയ്യാവുന്നതാണ്. സോ ഐ എം ഡൂയിങ് എ PhD ഓൺ എ സ്കോളർഷിപ്പ്. സോ എനിക്ക് എൻ്റെ യൂണിവേഴ്സിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നൊരു സ്കോളർഷിപ്പാണ്. ഇറ്റ്സ് കോൾഡ് ദ പ്രസിഡൻഷ്യൽ ഡോക്ടറൽ സ്കോളർ അവാർഡ്. It's by the university. It was basically a competitive scholarship ആയിരുന്നു. So it's a fully funded scholarship where 4 years of your PhD, the entire tuition fees is paid off by the university, and പിന്നെ നമുക്കൊരു monthly stipend ഉണ്ട് for your living expenses and all of that. അത് നമ്മുടെ ഇവിടെ UK ഗവൺമെൻറ്റിന് ഒരു ബേസിക് റേറ്റ് ഉണ്ട്, അത് കൊടുത്തേ മതിയാവുള്ളൂ. സോ ആ റേറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു മന്ത്ലി സ്റ്റൈഫൻഡ് ഉണ്ട്. സോ സ്കോളർഷിപ്പ് കിട്ടാൻ there are a lot of ways. ഇപ്പോൾ you have websites called findaphd.com. സോ അല്ലെങ്കിൽ അതിനകത്ത് നോക്കിയാൽ there will be a lot of studentships that are available.
അത് ഓൾറെഡി കാണും. അപ്പോൾ നമുക്ക് ആ പെർട്ടിക്കുലർ പ്രോജക്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. സോ എൻ്റെ കേസ് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു, കാരണം ഐ വാണ്ടഡ് ടു ഡു മൈ ഓൺ റീസെർച്ച്. അപ്പോൾ ഞാൻ എൻ്റെ ഫീൽഡിനകത്തുള്ള സൂപ്പർവൈസേഴ്സിനെ അവരുടെ ഇമെയിൽ ID അവരുടെ വെബ്സൈറ്റിൽ നിന്ന്, യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് പേഴ്സണലായിട്ട് അവർക്കൊരു ഇമെയിൽ അയക്കായിരുന്നു, ഇൻട്രൊഡ്യൂസിങ് മൈസെൽഫ്, സെയിങ് ദറ്റ് ഐ ആം ഫ്രം ഇന്ത്യ, ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ യുവർ വർക്ക്, എൻ്റെ റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് എല്ലാം വെച്ചിട്ട്. സോ ദെൻ ഹി conducted a couple of interviews. So I gave, I think, 2 interviews. So the first one was just with the supervisor, എൻ്റെ ഇപ്പോഴത്തെ സൂപ്പർവൈസർ. സോ എൻ്റെ ജേസൺ മാത്രമാണ് എന്നെ ആദ്യം ഇൻ്റർവ്യൂ ചെയ്യുന്നത്. So he interviewed me and he said, okay, now I'm interested. I would like to have you as a PhD student. അത് കഴിഞ്ഞിട്ട് then so in PhD applications from these universities, mostly at least in UK, before you apply for a PhD, in the application itself you have to say which supervisor you're applying to. So it's very necessary that you have to contact these potential supervisors beforehand. So otherwise, ആപ്ലിക്കേഷനിലകത്ത് നമുക്ക് പേര് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ സാർ എന്നെ ഇൻ്റർവ്യൂ ചെയ്തതിന് ശേഷമാണ് ഓക്കെ മേ ബി യു ക്യാൻ അപ്ലൈ ഫോർ യുവർ ഒഫീഷ്യൽ ഞാൻ ആപ്ലിക്കേഷൻ യൂണിവേഴ്സിറ്റിക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് സോ ദിസ് വാസ് ലൈക്ക് ഐ സെഡ് എ യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ്. So once you are offered a place from the university officially, then there is another round of interview. So that interview is basically mostly about how will you do your work, or what do you think the challenges you will face during your PhD. അങ്ങനത്തെ കുറച്ചും കൂടെ general questions ആണ് in with respect to your PhD journey. Rather than theoretical questions based on your field of study. So this is mostly how will you overcome the challenges that you will face in a PhD, or what if you are not going to able to generate good data, what will you change your subject to. അങ്ങനത്തെ കുറേ generalized questions ആണ്. So if there is anybody out there who is trying to do a project on their own or want to work on something which is completely theirs, I would recommend them to directly email the supervisors. Even otherwise, studentships aanengilum along with applying through a website, take the same studentship, copy paste that into your email ID and send them an email saying what you are interested in this. And you can get a lot of contacts as well, because sometimes the supervisors that you are applying to may not have a space for you, but they might know somebody else who's looking for a PhD. So then they can recommend your name to that person, or they'll give you the contact of that supervisor. So I would recommend people who are trying to go abroad to directly email your professors, your potential supervisors, just sending them your profile. PhD ചെയ്യുന്നത് നാനോ ടെക്നോളജിയിലാണ് എൻ്റെ റിസർച്ച്. സോ ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ റിസർച്ച് തീർക്കാനാണ്. റിസർച്ച് കഴിഞ്ഞാലും ഞാൻ കുറച്ച് നാൾ ഇവിടെ എന്തായാലും വർക്ക് ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ടെക്നോളജി ഇന്ത്യയിൽ അധികം എസ്റ്റാബ്ലിഷ് ആയി തുടങ്ങിയിട്ടില്ല. സോ മേ ബി ഇൻ സം ഇയേഴ്സ് അത് എസ്റ്റാബ്ലിഷ് ആവുമായിരിക്കും. സോ ഞാൻ ആദ്യം ഇവിടെ കുറച്ച് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തിട്ട് എന്നിട്ടായിരിക്കും ഞാൻ ഡിസിഷൻ എടുക്കുന്നത് ഇന്ത്യയിലേക്ക് തിരിച്ചു പോകണോ വേണ്ടയോ എന്നുള്ളത്. So I'm only in my second year. I have 2 more years to go in my PhD. So at this point, ഇവിടുത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഐ വുഡ് പ്രിഫർ സ്റ്റേയിങ് ഹിയർ. കാരണം എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെയാണ് കൂടുതൽ. കമ്മിങ് ഫ്രം മെഡിക്കൽ ഫീൽഡ്, ഗ്യാസ്ട്രോ എൻട്രോളജി, ഞാൻ പറഞ്ഞ പോലെ ഐ ഹാവ് ലോട്ട് മോർ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഹിയർ. ഇൻഡസ്ട്രിയൽ ജോബ്സിലോട്ട് പോകാനാണെങ്കിലും അക്കാഡമിക് ജോബ്സിലോട്ട് പോകാനാണെങ്കിലും കുറേയും കൂടെ opportunities എനിക്കിവിടെ ഉണ്ട്. I can easily move to another European country from UK. So better pay, everything is better here. The standard of living, everything is better here. So at this point I kind of want to stay back in UK. നാട്ടിൽ വരണമോ അല്ലെങ്കിൽ പഠിത്തം കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കാനാണോ പ്ലാൻ എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് ഇവിടുത്തെ ഒരു സിസ്റ്റം നമ്മൾ അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് നാട്ടിലോട്ട് പോകാൻ ആർക്കും തോന്നത്തില്ല. പക്ഷേ എനിക്ക് നാട്ടിലേക്ക് തിരിച്ച് വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞാനിവിടെ വന്ന് പഠിച്ച കാര്യങ്ങൾ നാട്ടിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്താൽ കൊള്ളാം എന്നെനിക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ
ഞാൻ പിന്നെയും അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ എനിക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നാട്ടിൽ പോയിട്ട് ഇതാണ് ഞാൻ അവിടെ പഠിച്ചത് എന്ന് പറഞ്ഞു കൊടുക്കാനോ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി എനിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നോർമലി നമ്മൾ ഇവിടെ തന്നെ അങ്ങ് സെറ്റിലാവും, ഇവിടെ പഠിച്ച് ഇവിടുത്തെ ജോലി ചെയ്ത് ഇവിടുത്തെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്ത് നമ്മൾ ഫാമിലി ആയിട്ട് സെറ്റിൽ ആകുമ്പോഴത്തേക്കും ആർക്കും ഇവിടുന്ന് നാട്ടിലോട്ട് പോകാൻ നമുക്ക് തോന്നത്തില്ല. കാരണം മെയിൻ കാരണം ഇതൊക്കെ തന്നെയാണ്. എന്താ, ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ അവിടെ വന്ന് പഠിച്ച കാര്യങ്ങൾ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അതിനുള്ള റെക്കഗ്നിഷൻ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, നമ്മളിവിടെ തന്നെ സെറ്റിലാവും. നാട്ടിൽ നമ്മളെല്ലാവരും നമ്മുടെ ടീച്ചേഴ്സിനെ ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ അവരെ അഡ്രസ് ചെയ്യുന്നത് സാർ ഓർ മാം എന്ന് പറഞ്ഞിട്ടാണ്. സോ ഈ അഡ്രസ്സിങ് തന്നെ നമുക്ക് ടീച്ചേഴ്സ് ആയിട്ട് ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ടീച്ചേഴ്സും അല്ല, എനിക്ക് തന്നെ ചില ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലും പറയാൻ പേടിയുള്ളതായിട്ട്. സോ നമ്മൾ എന്തെങ്കിലും ഒപ്പീനിയൻസ് നമ്മുടെ ഷെയർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ജർമ്മനിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വ്യത്യസ്തമാണ്. ജർമ്മനിയിൽ നമ്മൾ ഒരിക്കലും ആരെയും അഡ്രസ് ചെയ്യില്ല, നമുക്ക് അവരുടെ പേര് തന്നെ വിളിക്കാം, പ്രൊഫസറിന്റെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഒപ്പീനിയനുമായി എതിരാണെങ്കിൽ പോലും അവർ നമ്മളെ കേൾക്കുകയും അവരുടെ ഒപ്പീനിയൻ തെറ്റാണെങ്കിൽ അവരത് തിരുത്താനും തയ്യാറായിട്ടുള്ള മനസ്സാണ് മോസ്റ്റ് ഓഫ് ദി പ്രൊഫസേഴ്സിനുള്ളത്. സോ ഇതാണ് മെയിൻലി നമ്മുടെ നാട്ടിലത്തെ ടീച്ചർ സ്റ്റുഡന്റ് ബന്ധവും ജർമ്മനിയിലത്തെ ടീച്ചർ സ്റ്റുഡന്റ് ബന്ധവുമായിട്ട് തമ്മിലുള്ള ഡിഫറൻസ്. ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് റിലേഷൻഷിപ്പിനെ കുറിച്ച് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് ശരിക്കും സംഭവിച്ചു. നമ്മൾ നാട്ടിൽ എല്ലാവരെയും ടീച്ചേഴ്സ്, നമ്മൾ എല്ലാവരും ടീച്ചേഴ്സ് ക്ലാസ്സിലോട്ട് കയറി വരുമ്പോൾ എണീറ്റ് നിൽക്കും, അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടെ ഫ്രണ്ട്ലി ആണ് ടീച്ചേഴ്സ്. ഇപ്പം നമ്മൾ പ്രൊഫസർ അല്ലെങ്കിൽ സർ എന്നൊക്കെയാണ് നമ്മൾ നാട്ടിൽ വിളിച്ച് പഠിച്ചിരിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു ടീച്ചറിനെ പേര് വിളിക്കുമോ? ഇല്ല. അത് പേര് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അത് ഭയങ്കര ഡിസ്റെസ്പെക്റ്റ് ആയിട്ടാണ് നമ്മുടെ നാട്ടിലത് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഞാൻ വന്ന ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഒരു പ്രൊഫസറിനെ ഞാൻ സർ എന്ന് വിളിച്ചു. അപ്പം പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, റിയ, യു ഡോണ്ട് ഹാവ് ടു കോൾ മീ സർ, കോൾ മീ മൈ നെയിം. ഇവിടെ അങ്ങനെയാണ്. ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പേരാണ് വിളിക്കുന്നത്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ നമ്മൾ ഏത് ഏജിലുള്ള ഒരാളാണെന്ന് പോലും ഇവിടെ അതൊരു പ്രശ്നമല്ല. ഈവൻ ഇഫ് ഹി ഈസ് ഇൻ ഹിസ് 80s or in his 20s, you are supposed to call him by his or her name. അപ്പം ഞാൻ അന്ന് തൊട്ടാണ് എനിക്ക് ആ ഒരു ഭയങ്കരമായിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കൾച്ചറായി മാറി, കോളിങ് എനിബഡി ദെയർ നെയിം. കാരണം നമുക്കൊരു പേരുണ്ട്, അത് വിളിക്കുക. ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഇഫ് ഐ എം എ പ്രൊഫസർ, ഇഫ് ഐ എം എ സ്റ്റുഡൻറ്റ്, യു ഗോൺ കോൾ മീ ബൈ മൈ നെയിം. അത് നല്ലൊരു കൾച്ചറായിട്ട് എനിക്ക് തോന്നി. ഇവിടെ കുറേ കൂടെ ഫ്രണ്ട്ലി ആണ്. പിന്നെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രൊഫസേഴ്സ് നമുക്ക് അസൈൻമെൻറ്റ്സ് തരും. ഇവിടെ കൂടുതലും അസൈൻമെൻറ്റ്സ് ആണ്. നമുക്ക് ഇങ്ങനെ പഠിച്ച് എഴുതി മാർക്ക് വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കൊരു കേസ് സ്റ്റഡി തരും, നമ്മളത് പഠിക്കുക, നമ്മളത് റീഡ് ചെയ്യുക, റിസർച്ച് ചെയ്യുക, എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് കൊടുക്കുക, പ്രസൻറ്റേഷൻ ചെയ്യുക. അപ്പം നമ്മുടെ അങ്ങനത്തെ സ്കില്ലുകളാണ്, ഓർഗനൈസേഷൻ സ്കിൽസ്, ടീം ബിൽഡിങ്, കമ്മ്യൂണിക്കേഷൻ എല്ലാം വർദ്ധിപ്പിക്കാനാണ് ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കുന്നത്. ഇപ്പം നമ്മളൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് വന്നാലും ഞാനിവിടെ വന്ന സമയത്ത് എൻ്റെ ഒരു ഇംഗ്ലീഷ് അല്ലെങ്കിൽ എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ വാസ് ടോട്ടലി ഡിഫറെൻറ്റ്. ഇപ്പം ഒരു 5 വർഷം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴത്തേക്കും ആ ഒരു പോയിൻ്റ് എയിൽ നിന്ന് ഞാനിപ്പോൾ ഒരു പോയിൻ്റ് Z വരെ എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നല്ല ഒരു ഫ്ലുവൻസി വന്നിട്ടുണ്ട്, നമുക്ക് മനസ്സിലാകും. ഇതൊക്കെ നമ്മുടെ ടീച്ചേഴ്സ് കാരണമാണ് അല്ലെങ്കിൽ പ്രൊഫസേഴ്സ് കാരണമാണ്. കാരണം അവർ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തരും. അത് ഇൻ കേസ് ഓഫ് പ്രസൻറ്റേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ടീം ബിൽഡിങ് ആണെങ്കിലും. ഇപ്പം നമ്മൾ ഇന്ത്യൻസ് തന്നെയാണെങ്കിൽ പോലും ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ഒരു അവസ്ഥയാണ് നമുക്ക്. അപ്പം ആ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നത് നമ്മുടെ പ്രൊഫസേഴ്സാണ്. നമുക്ക് എല്ലാവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ നമ്മുടെ ഈ പ്രൊഫസേഴ്സും ടീച്ചേഴ്സും നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. The relationship with your supervisors and students ആണെങ്കിലും is very friendly. I don't think there is അങ്ങനെ ഒരു സെറ്റ് ഹൈറാർക്കി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സൂപ്പർവൈസർ പിന്നെ സ്റ്റുഡൻറ്റ്, we all call them by their names. ആദ്യം വന്നപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം വി ആർ യൂസ് ടു കോളിങ് ആർ സൂപ്പർവൈസേഴ്സ് ആസ് സർ ഓ മാം. ഇവിടെ വന്നിട്ട് ലൈക്ക് അവരിങ്ങോട്ട് പറയും, എന്നെ അങ്ങനെ വിളിക്കല്ലേ, എൻ്റെ പേര് വിളിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഇറ്റ്സ് വെരി സർപ്രൈസിങ് ഫോർ അസ്. അത് അങ്ങനെ വിളിക്കാൻ തന്നെ കുറച്ച് ടൈം എടുത്തു. പക്ഷേ
അതൊരു ഭയങ്കര ഇറ്റ് ബ്രിങ്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ഇപ്പോൾ ആൻഡ് ഐ തിങ്ക് വൺ ഓഫ് ദി അതർ ഡിഫറൻസസ് ഐ ഹാവ് സീൻ ഇസ് നാട്ടിൽ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്താലും അവരുടെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്താലും ചിലപ്പം നമ്മുടെ വർക്കിന് അങ്ങനെ ഒരു അക്നോളജ്മെൻറ്റ് അവരിൽ നിന്ന് കിട്ടില്ല ആൻഡ് ദാറ്റ്സ് വെരി ഹാർട്ട് ബ്രേക്കിംഗ്. ഇവിടെ മേ ബി കമ്മിങ് ഫ്രം ഇന്ത്യ ദാറ്റ് ഐ ആം ഫീലിംഗ് ഇറ്റ്, ഇവിടെ sometimes you are doing very small things and they'll appreciate you a lot. They acknowledge that. And that goes a long way. കാരണം അവരിൽ നിന്നൊരു നല്ല വാക്ക് കിട്ടുമ്പം it's an inspiration for us to do more. So I feel that, you know, the relationship is much better here. They are more invested in you, I think. They at least they make us feel that they are invested in us or in our project, and that gives us a lot of confidence. That gives another you know, when somebody is out there to protect us or to push us more, I think we'll do more. Yes, thank you.